പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ. കൈകൾ ഉയർത്തി. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടികളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങള്, വാടക വീട്ടിലായിരിക്കുന്ന സഹോദരങ്ങള്, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങള്, ദേശീയാത്രയ്ക്ക് തടസ്സം നേരിടുന്ന സഹോദരങ്ങള്, തിരിഞ്ഞു നിൽക്കുന്ന സഹോദരങ്ങള്, എല്ലാവരെയും ഞങ്ങൾ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് സാക്ഷ്യം നൽകാനുള്ള, സാക്ഷി പറയാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴീ ദിവസങ്ങളിലൊക്കെ ആൾക്കാരുടെ കമൻ്റ് എന്നെ കാണുന്നവരൊക്കെ പറയുന്നത്, നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ സാക്ഷ്യത്തിന് താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും. സാക്ഷ്യത്തിൻ്റെ നിലവാരം കൂടി വരുന്നെന്ന്. 2024 ആയപ്പോൾ നേരത്തെ 2022-23 ഉള്ളതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ട്, കുറച്ചുകൂടി കാതൽ ആയിട്ടുള്ള വലിയ സാക്ഷ്യങ്ങൾ സംഭവിക്കുന്നു. സാക്ഷ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ 2 സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നത്, പിന്നെ അത് 3 ആക്കി, ഇപ്പോഴ് 6 ആക്കിയിട്ടുണ്ട്. അത്രയും സാക്ഷ്യം, ഒത്തിരിയും നമ്മുടെ എല്ലാ ദിവസവും A ഗ്രേഡ് സാക്ഷ്യങ്ങൾ വരുന്നതാണ് സാക്ഷ്യങ്ങൾ കൂട്ടാൻ കാര്യം. അല്ല പിന്നെ അതൊരിക്കലും അത് കൂട്ടത്തിലായി പോകും. അതും 25,000 പേര് കാണുന്നുണ്ട് കൂട്ടത്തിലുള്ള ഒരുമിച്ചിരുന്ന സാക്ഷ്യങ്ങളും. ഉടമ്പടിയുടെ സ്ഥിരീകരണം എപ്പോഴും സാക്ഷ്യമാണ്. ഉടമ്പടിയുടെ മാത്രമല്ല, ഉടമ്പടി എടുക്കുന്നവരുടെ സ്ഥിരീകരണം സാക്ഷ്യമാണ്. ഉടമ്പടിയുടെ സ്ഥിരീകരണം മാത്രമല്ല, ഉടമ്പടി എടുക്കുന്നവരുടെ നിങ്ങളുടെ സ്ഥിരീകരണവും സാക്ഷ്യത്തിലായിരിക്കണത്. നിങ്ങൾക്ക് ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യമായില്ലെങ്കിൽ ദൈവം നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അത് സീരിയസ് വിഷയമാണ്. ഇതുവരെക്കും നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട്, ചിലർ ഉടമ്പടി ആദ്യത്തെ കാലങ്ങളിലൊക്കെ ഒന്ന് ഉഴപ്പി പതുക്കെ അവിടെ സ്വന്തം സ്വഭാവം കാണിക്കും. തോന്നുമ്പോൾ എഴുന്നേക്കും, അല്ലെങ്കിൽ രോഗി ശുശ്രൂഷകൾ, അല്ലെങ്കിൽ അത് അമ്മയെക്കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല അമ്മ പോയി കാണാനൊക്കെ പറയും രോഗികൾ. അങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിക്കും. നമ്മുടെ റെക്കോർഡൊക്കെ സുവോളജിക്കാർ റെക്കോർഡ് ചെയ്യിക്കത്തില്ല, ബോട്ടണിക്കാരൊക്കെ ഏജൻസികളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഏജൻസികളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കരുത് നിങ്ങൾ. അത് അമ്മയായാലും ശരി അപ്പനായാലും ശരി. ഉടമ്പടി ഈസ് എ പേഴ്സണൽ ബയലാട്രൽ എഗ്രിമെൻറ്റ്. അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള. ഇപ്പം തന്നെ ഞാനേ വേറെ കുറേ കാര്യം പറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ബൈബിൾ ഇരിക്കണപ്പോൾ നമുക്ക് ദൈവമേ ഈശോ എന്നാ വരണം നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ ബൈബിളെടുത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ എന്താ പറഞ്ഞിരിക്കണത്? കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ? കാഴ്ചകളെക്കുറിച്ച് പറയുകയാണ്.
സാക്ഷ്യ ജീവിതം. പണ്ട് ഇവർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു യഹൂദന്മാർക്ക്. ഇപ്പം മലാഖിയാണ് കിട്ടിയത് 1:8, 1:8 വാക്യം. രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടാത്തത് കൊടുത്താലേ. അങ്ങനെ ചെയ്യും ചില ആൾക്കാർ. ഇവിടെ ചെയ്തിട്ടുണ്ടല്ല, നിങ്ങളോട് സാരി അല്ലെങ്കിൽ വസ്ത്രങ്ങൾ തരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ശവത്തിന് കൊടുക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ നോക്കിയായിരുന്നു വസ്ത്രങ്ങളൊക്കെ പോയി. ഞങ്ങളാരും കൊടുക്കത്തില്ല, അതെല്ലാം കത്തിച്ച് കളയാൻ പോവുകയാണ്. കൃപാസനം കൊടുക്കുമെങ്കിൽ ഫസ്റ്റ് ഹാൻഡ്, ആദ്യത്തേത്, ഏറ്റവും പുതിയത് ആണ് കൊടുക്കണം. അല്ല നിങ്ങളിട്ട് പഴകി ഒക്കെ സാധനങ്ങൾ കൊണ്ടിട്ടുണ്ട്. അതാണ് കാഴ്ച. അത് ഇപ്പോൾ അതാണ് കർത്താവ് ചോദിക്കുന്നത്, പറ്റിപ്പല്ലേ നിങ്ങൾ ഉടമ്പടി ഒരു പറ്റിപ്പല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ അർപ്പിച്ചാൽ അത് തിന്മയല്ലേ എന്ന്. നന്മയല്ല, തിന്മയാണ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ് വലിയ ബാഗിൽ. അപ്പോൾ അവർക്ക് പണി വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ആലോചിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഇരുന്ന് കർത്താവിൻ്റെ വചനം ഇരിക്കുമ്പോൾ എനിക്ക് വന്ന് ഈശോക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നിയപ്പോഴും എടുത്തപ്പോഴാണ് മലാഖി 1:8 കിട്ടിയത്. ശ്രദ്ധിക്കണം കേട്ടോ. അതിങ്ങനെ കാഴ്ചയിൽ മാത്രമല്ല, ഈ ഉടമ്പടി നടപ്പിൽ വരുത്തുന്നതെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഉടമ്പടി നടപ്പിൽ വരുത്തുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. എനിക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളാണ് അവിടെ. എല്ലാ സാക്ഷ്യവും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ചില സാക്ഷ്യത്തിൽ ഇപ്പോൾ സജ്ജി പണിക്കൻകുടി ഇടുക്കി, സജ്ജി പണിക്കൻകുടി ഇടുക്കി ഒരു ചെറുകിട കർഷകനും റബ്ബറൊട്ട് തൊഴിലാളിയുമാണ്, പാവപ്പെട്ടവനാണ്. ഞാൻ ഈ പാവപ്പെട്ടവരുടെ ഉടമ്പടി വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 0 ആണല്ലോ, അവർക്ക് സ്വാധീനമില്ല. ബാങ്കിൽ ചെന്ന ലോൺ കിട്ടത്തില്ല, അവർക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടാകത്തില്ല. പക്ഷെ അവർക്ക് കടങ്ങളൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉടമ്പടിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? കാര്യം ഉടമ്പടി രീതി നിങ്ങൾക്കറിയാമല്ലോ. ഉടമ്പടിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പലരും ഒരു 60% ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും സാധാരണ കോമൺ എഡ്യൂക്കേഷൻ കൂടുതലുള്ള ആൾക്കാരും കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് പഠിച്ച് വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ ഹാർവസ്റ്റിംഗ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഉടമ്പടിയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ എൻ്റെ ഇച്ഛാഭംഗങ്ങളിലൊന്ന് ഈ പാവപ്പെട്ടവന് ഇതിൻ്റെ അകത്ത് വല്ല മാർഗമുണ്ടോ? കാര്യം പണ്ട് കൃപാസനം പണ്ട് വളരെ പാവപ്പെട്ടവരുടെ ധ്യാനകേന്ദ്രമായിരുന്നു. ഒത്തിരി ഞാനിപ്പോൾ ഈ 2000-ലൊക്കെ വരുമ്പോഴൊക്കെ വളരെ പാവപ്പെട്ടവർ വരണമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ എല്ലാത്തിനും സന്തോഷം ഇല്ലെന്നല്ല, പക്ഷേ ഉടമ്പടി ഒരു പാവപ്പെട്ടവന് ചെയ്യാൻ പറ്റണത് അതായത് പ്രശ്നം. കാര്യം ഉടമ്പടിയിൽ ഇപ്പോൾ ജോലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് വെളുപ്പിനെ 3 മണിക്ക് പോയി റബ്ബർ വെട്ടണം. മത്സ്യത്തൊഴിലാളിയാണെങ്കിലും വെളുപ്പിനെ 3 മണിക്കാണ് കടലിൽ പോണത്. ആ സമയത്തൊക്കെ തണുത്തും വിറച്ചൊക്കെ കടലിൽ പോയി മീന് ഓട്ടം തുടങ്ങുമ്പോൾ തന്നെ ഒരു 16-12 ഭാഗത്തൊക്കെ എത്തിയാൽ മാത്രമേ 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് മീനുകൾ വരാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ സമൂഹത്തിൻ്റെ അടിസ്ഥാന വർഗങ്ങളെന്ന് പറയുന്ന ആൾക്കാർ അവർ ഉടമ്പടിയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല. അവർ മിക്കവാറും തോട്ടത്തിലും കാട്ടിലും അതുപോലെ തന്നെ കടലിലും ഒക്കെ ഇരിക്കും. ഞാൻ അവരുടെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല. അവർക്ക് വാഹനത്തിൽ ഓടിച്ചു പോയി പത്രം എവിടെയെങ്കിലും കൊടുക്കാനുള്ള വാഹനമില്ല. അപ്പം അവരെങ്ങനെ ഈ ഉടമ്പടി ചെയ്യണത്? അതിനെല്ലാം പത്രം വാങ്ങിക്കാൻ അവർക്ക് പൈസ വേണം. ചെറിയ പൈസയാണെങ്കിൽ അത് വേണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളും സ്വസ്ത്രക്കാഴ്ച എടുക്കാത്തതിൻ്റെ കാരണം. അതിൻ്റെ എക്സ്ട്രാ പിന്നെ സ്വസ്ത്രക്കാഴ്ച കൂടി ആകുമ്പോൾ ശരിയാകത്തില്ലല്ലോ. സ്വസ്ത്രക്കാഴ്ച നമ്മൾ എടുക്കത്തില്ലല്ലോ. ഇവിടെ ഒന്നും എഴുതി സാമ്പത്തികമായിട്ട് ഒരു സാധനം ഇവിടെ എഴുതി വെച്ചിട്ടില്ല. സംഭാവന പോലും എഴുതി വെച്ചിട്ടില്ല. അതിൻ്റെ കാരണം ഈ പാവപ്പെട്ടവനെ ലക്ഷ്യമിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ പണിക്കൻകുടിയിൽ നിന്ന് സജി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. കാര്യം സജിക്ക് കടമുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മലയോര കർഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഈ കടങ്ങളിങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ഒരു പിടിയില്ല. കാര്യം നമ്മൾ മുമ്പിലൊന്നും കാണുന്നില്ല.
നമുക്കിപ്പോൾ ചിരക്കണമെങ്കിൽ വസ്തു വിൽക്കാം, അല്ലെങ്കിൽ പണയം വെക്കാം, സ്വർണം പണയം വെക്കാം, വായ്പ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവുക. പ്ലാനിന് പോലും സാധ്യമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരു സീറോയാണ് ശരിക്കും. പ്ലാനിന് പോലും നമുക്കൊന്ന് ഒരു പദ്ധതി വിഭാവന ചെയ്യാൻ സങ്കല്പിക്കാൻ പോലും ഒരു സാധ്യതയില്ലാത്ത, സങ്കല്പത്തിന് പോലും സാധ്യതയില്ലാത്ത ഒരു ജീവിതമാണ്. അപ്പോൾ അവർക്ക് ഉടമ്പടിയിൽ എങ്ങനെയാണ് അവരെ, ഉടമ്പടിയിൽ മാതാവ് ഏത് രീതിയിലാണ് അവരെ കാറ്റർ ചെയ്യണത്, അതൊക്കെ എൻ്റെ ഒരു ആധ്യാത്മികമായ ആശങ്കയുടെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ സജി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ സജി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ, ഉടമ്പടി എടുക്കണ മുമ്പ് വേറൊരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യ ഇറ്റലിയിൽ പോകണം. അപ്പോഴേ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഇനിയുള്ള കാലത്ത് നാട്ടിൽ കിടന്നൊരു കാര്യമില്ല, ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഡയലോഗ് പറയുകയാണ്. പക്ഷേ കൂട്ടുകാരൻ്റെ ഭാര്യ നേഴ്സാണ്. അപ്പം സജിക്കും വൈഫിനെ എവിടെയെങ്കിലും വിടണമെന്നല്ലാതെ ഒറ്റത്തടി കൊണ്ട് ജോലി ചെയ്ത് കടങ്ങളെ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. അപ്പോൾ ഒരു ഐഡിയയും ഇല്ലാത്തവൻ്റെ ഐഡിയയാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സജിക്കും തോന്നിയുണ്ട്, ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് പോയി എവിടെയെങ്കിലും പോയി ജോലി ചെയ്താലേ ഉള്ള കടങ്ങളെ പരിഹരിക്കാൻ, കുഞ്ഞുങ്ങളെ പറ്റി വളർത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള ഐഡിയ ഉണ്ട്. പക്ഷേ എന്താ, വിദേശത്തൊന്നും പോകാൻ പറ്റത്തില്ല ഈ പറഞ്ഞ പോലെ. കാര്യം വിദേശത്ത് പോകാൻ കുറേ ഡീമെരിറ്റ്സുകളുണ്ട്. ഒന്ന്, സജിയുടെ വൈഫാണ് പോകേണ്ടത്, അവർ നേഴ്സല്ല. രണ്ട്, അവർക്ക് വിദ്യാഭ്യാസമില്ല. ഇനി നേഴ്സുമല്ല, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും പിന്നെ എന്താ, അവർക്ക് വയസ്സ് 45 കഴിഞ്ഞതാണ്. ഇപ്പോൾ നോക്കിയേ, അയാളിപ്പോൾ എന്ത് സ്വപ്നം കാണാനാണ്, എന്താലോചിക്കാനാണ്? അയാൾക്ക് സ്വപ്നം കാണാനുള്ളത് ഉടമ്പടി മാത്രമേ ഉള്ളൂ. പക്ഷേ അയാൾ ആ ഉടമ്പടി വന്ന് ഇനി മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ ചിന്തിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടണില്ല, മാതാവ് എന്തെങ്കിലും ചെയ്യട്ടെന്ന് പറയും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ടോട്ടൽ സറണ്ടറാണ്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്ക് എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാവോ? നിങ്ങൾ ഇത് ഒരുതരം പോഴം കളിയായിട്ട് ഒക്കട്ടെ എന്നുള്ള രീതിയിൽ അത് പതുക്കെ നിങ്ങളിതിൻ്റെ അകത്ത് ഊർജം ഇൻവെസ്റ്റ് ചെയ്യണില്ല. ഒരു ചട്ടപ്പടി പ്രോഗ്രാം പോലെ സാമ്പ്രദായിക ഉടമ്പടിയായിട്ട് ഇങ്ങനെ അനുഷ്ഠാന കർമ്മം പോലെ വഴിപാട് പോലെ ആക്കി തീർക്കുകയാണ്. അങ്ങനെ വന്നാൽ ഇത് കത്തത്തില്ല. ഉടമ്പടി അങ്ങനെയുള്ള ഒരു വാദപ്പനി വരുന്ന ആൾക്കാർക്ക്, ആധ്യാത്മിക വാദപ്പനി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ സംഭവമല്ല ഇത്. വേണ്ടത് സത്യസന്ധതയാണ്. ഉടമ്പടിയിൽ ആദ്യം വേണ്ടത് വിശ്വസ്തത, സത്യസന്ധത, ഇത്രയും സംഭവമാണ് വേണ്ടത്. പിന്നെ ഇത്തിരി സത്യസന്ധത ഇത്തിരി കൂടിയ കുഴപ്പമൊന്നും വരത്തില്ല, അത് നന്മയെ ചെയ്യത്തുള്ളൂ. ഇത്തിരി സത്യസന്ധത ദൈവത്തിൻ്റെ തിരുസന്നിധി കൂടിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നഷ്ടമുണ്ടായാലും അതിൻ്റെ അകത്ത് ഫലത്തിൽ കുഴപ്പമുണ്ടാകത്തില്ല. ഇപ്പം സജി വന്ന് ഉടമ്പടി ചെയ്തു, എന്താ ചെയ്യുന്നത്? എന്താ അതിൻ്റെ ഉദ്ദേശം എന്താണ്? എനിക്കൊരു ഐഡിയയും കിട്ടണില്ല, മാതാവ് എന്തെങ്കിലും മാതാവിൻ്റെ ബുദ്ധിയിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാതാവിന് ടോട്ടൽ സറണ്ടറാണ്. അപ്പോൾ അദ്ദേഹം നിന്ന് പ്രാർത്ഥിച്ചൊരു, മാതാവേ എൻ്റെ കയ്യിൽ വഴിയൊന്നുമില്ല, വഴിയുണ്ടെങ്കിലും ഒക്കെ ഇതിന് പൈസയുമില്ല, ഇങ്ങനെ അതായിട്ട് നിങ്ങൾക്കറിയാം. ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞിരുന്നത് ഇത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാൻ അച്ഛനായിട്ട് 38 കൊല്ലമായി. ഉടമ്പടി തരണം 2016. 2017 തൊട്ട് എനിക്ക് നോട്ട് ബൈ മെറിറ്റ് വരാൻ കർത്താവ് ഇങ്ങനെ അടയാളപ്പെടുത്താൻ തുടങ്ങി, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. പക്ഷേ ഇത് കേട്ട അച്ഛന്മാർ വേണമെങ്കിൽ എന്നെ വേണമെങ്കിൽ വിലക്കാൻ പറ്റും. എന്താ കാര്യം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് Ephesians 2:8 ഒരു ഗോസ്പൽ ഫോർമുലയാണ്. അതെന്ത് വേണ്ടിയാ? അത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ്റെ നിത്യരക്ഷയില്ലേ, നിത്യതയ്ക്ക് വേണ്ടി ദൈവം കണ്ടുപിടിച്ച ഫോർമുലയാണ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്. യേശുക്രിസ്തു തന്നെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ട നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് വില കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അതിന് പറ്റിയ ഉരുപ്പടി വിലയില്ല. അപ്പം നമുക്കത് ഈ ജന്മത്തിൽ കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ നമുക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫോർമുല എന്നാണ് പരിശുദ്ധാത്മാവ് പൗലോസിന് കൈമാറി കൊടുത്തത്.
രക്ഷ നിങ്ങളുടെ സമീപത്തുണ്ട്. അത് ലഭിക്കണത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്. ഉടമ്പടി കാലം വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്ത്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഫോർമുല അനുദിന ജീവിതത്തിന് വേണ്ടിയാക്കി ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അന്ന് പോലും സംസാരിക്കാൻ തുടങ്ങി. ഉടമ്പടി വർക്ക് ചെയ്യാൻ പോണതെല്ലാം നോട്ട് ബൈ മെറിറ്റിലാണ്. അത് നിങ്ങളുടെ കഴിവിലല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലല്ല, നിങ്ങളുടെ ആരോഗ്യത്തിലല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസിലല്ല, കർത്താവിൻ്റെ കൃപയിലാണെന്ന്. ഞാനത് പറയാൻ തുടങ്ങിയതിന് ശേഷം കർത്താവ് ആ രീതി ഒത്തിരിയേറെ അനുഭവങ്ങൾ തരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിത്യതയ്ക്ക് വേണ്ടി മാത്രമുള്ള ജീവിത ഫോർമുലയല്ല ഇത്, അനുദിന ജീവിതത്തിനും ഇത് തന്നെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തോട് പ്രസംഗിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് വെളിപാട് ലഭിച്ചവനെ പോലെ പ്രസംഗിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. 1 പത്രോസ് 4:11. 1 പത്രോസ് 1 ലേഖനത്തിലെ 4 അധ്യായം 11 വാക്യം. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. പറഞ്ഞ പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നതിനെ പോലെ പ്രസംഗിക്കട്ടെ. അപ്പൊ സഭയിൽ പ്രസംഗിക്കാൻ അത്രേ ഉള്ളൂ. എന്താണ്? ദൈവത്തിന്റെ അരുളപ്പാടാണ് പറയുന്നത് ജനങ്ങളോട്. പ്രസംഗിക്കുന്നവൻ കർത്താവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവനെ പോലെ പ്രസംഗിക്കട്ടെ. അടുത്ത വചനം എന്താ? ശുശ്രൂഷിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷിക്കുന്നവൻ. പറഞ്ഞേ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. ഇതാ പ്രോബ്ലം. ശുശ്രൂഷിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ശക്തി വേണം. നമ്മുടെ ഈ ഉടമ്പടിയിലുള്ള എല്ലാ പരിശുദ്ധ പ്രവർത്തനങ്ങളും ശക്തിയിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ പ്രയറിൻ്റെ അകത്ത് ഈ ഉടമ്പടിയുടെ പ്രയർ കണ്ടൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ശക്തിയാണ്. നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്, അല്ലേ? നമ്മളെ പരിശുദ്ധാത്മാവാണ് ശക്തിപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു കാരണം പ്രാർത്ഥനയാണ്. ഇതിനകത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാ പ്രാർത്ഥനയ്ക്കും നമ്മുടേതായിട്ടുള്ള ഒരു മേക്കിങ്ങാണ് ഉള്ളത്. പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മ തന്നിരിക്കുന്ന കാരണം 50% അമ്മ ഇതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊക്കെ എളുപ്പമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമല്ലത്. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിച്ചിട്ട് ഇതിനുള്ള അന്തർദേശ ലെവലിൽ സമയഘടികാരം നിശ്ചയിച്ചടുത്ത് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് ലോകത്തോട് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യമല്ലത്, അതാരുടെ ആവശ്യമാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദൈവം പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് സഭ ആഗോളപരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഭൗമിക സഭയോട് കൈമാറ്റം ചെയ്യേണ്ട ദൈവിക രഹസ്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ എടുക്കുമ്പോൾ ദൈവം അത് അഡ്മയർ ചെയ്യും. മറ്റു പ്രാർത്ഥന ചലന പോലെ അല്ല. ദൈവം അത് ദൈവത്തിൻ്റെ ആവശ്യമാണ് എൻ്റെ അടുത്ത് പറയണത്, നമ്മുടെ ആവശ്യമല്ല. മനസ്സിലായില്ലേ? അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണത്? അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്തിട്ട് ലോകത്തിന് പ്രചരിപ്പിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണത്? ദൈവത്തിൻ്റെ ആവശ്യമാണ്. അത് എയർ ലിഫ്റ്റിങ്ങുള്ള, മോളിൽ നിന്ന് ലിഫ്റ്റിങ്ങുള്ള പ്രാർത്ഥനയാണ്.
അതുകൊണ്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ അംശങ്ങളെല്ലാം മനസ്സിലാക്കി മുട്ടയിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് ഭക്തിയോടെ ചെല്ലണം. അതെന്താ കാര്യം? നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം. ആ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം. എന്ത്? പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണതല്ല പ്രശ്നം, ആ ചെല്ലണ കണ്ടൻറ്റ് വൈസ് നമ്മൾ ആഗ്രഹിക്കണം. കർത്താവേ, എങ്ങനെയെങ്കിലും എത്രയും വേഗം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാൻ ഇടയാകണമെന്ന്. കാര്യം ഇത് സാധാരണ ഒരു പ്രത്യക്ഷീകരണമല്ല, ഒരു ബന്ധിഞ്ഞ കൊന്തയെ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെടുന്നതല്ല. സമയഘടികാലം നെഞ്ചിൽ ചാർത്തിയിട്ട് ദുരന്തമുണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അന്ത്യകാല സന്ദേശമാണ്. അത് ഉറപ്പല്ലേ? സമയം എന്ന് പറയുമ്പോൾ സമയം തീരാൻ നിൽക്കുകയല്ലേ. 10:08 സൂചി എന്ന് പറയുമ്പോൾ 1.25 മണിക്കൂറാണ് ഇനി യാമമുള്ളത്. അപ്പോൾ അതിനുള്ളിൽ എല്ലാ മനുഷ്യരിലേക്കും ദൈവത്തിൻ്റെ വചനം എത്തിച്ചേരണം. അനുതാപിക്കാൻ ദൈവം പ്രത്യേക അനുഗ്രഹം കൊടുത്തിരിക്കുന്നവർക്ക് അവസരം കൊടുക്കണം. ഇങ്ങനെ കുറേ ദൈവികമായ ദൗത്യങ്ങൾ ഭൂമിയിൽ നിറവേറാറുണ്ട്. അതൊന്നും ലോക്കലായിട്ടുള്ള കാര്യമല്ല, അതൊരു ആഗോളമായിട്ട് ഗ്ലോബലായിട്ടുള്ള വിഷയമാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിന് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട്, അത് നല്ലൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥനയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികളോട് മനസ്സുകൊണ്ട് സന്തോഷത്തോടെയാണ് നിങ്ങൾ മനസ്സായി യോജിച്ചുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കണം. പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാനൊരു പ്രാർത്ഥന ചൊല്ലി. അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? പ്രത്യക്ഷ പ്രാർത്ഥന ഇടയ്ക്കൊരു നിയോഗം വരുന്നുണ്ട്. പശു പ്രസവിക്കണം, ആന പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറി പറയും. അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത്. അത് നിങ്ങളുടെ ആവശ്യമാണ്, അത് ഞാൻ എതിർപ്പല്ല. അത് അമ്മ പ്രാർത്ഥന തന്നപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൾക്കാരുടെ നിയോഗം പറയാമെന്ന്. പക്ഷേ അത് 50% ഉള്ളൂ. 50% നമ്മുടെ വിഷയമല്ല. 50% ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണ ആൾക്കാർ മനസ്സുകൊണ്ട് ചിന്തിക്കണം. എന്താണ്? സമയഘടികാരം നെല്ലിച്ചാർത്തി പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് സഭയ്ക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രത്യക്ഷീകരണം സഭ പഠിച്ചുകൊണ്ട് ലോകത്തിന് കൈമാറണം എന്ന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രത്യക്ഷീകരണം എത്രയും വേഗം സഭ ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുവാൻ ആരാധനയിലൂടെ കൃപയാകണമേ. വാഗ്ദാനം പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. അത് എനിക്ക് തോന്നുന്നത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒന്നും മര്യാദയ്ക്ക് സത്യസന്ധമായിട്ട് ഉള്ളിലെ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കണമെന്ന് ആന്തരിക ദാഹത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എയർ ലിഫ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 സെപ്റ്റംബറിൽ നമ്മൾ ഉടമ്പടി ആരംഭിക്കുമ്പോൾ 15 സെപ്റ്റംബറിൽ ആരംഭിക്കുമ്പോൾ അതിന് മുമ്പ് 6 മാസക്കാലം പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചെല്ലിയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഉടമ്പടി ഇല്ലായിരുന്നു. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചെല്ലിയ സമയത്ത് പോലും ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണം കൊണ്ട് മാത്രം ചെല്ലിയവരെയെല്ലാം അമ്മ അനുഗ്രഹിക്കുകയും അമ്മയുടെ സാന്നിധ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാവും. ഈ ഉടമ്പടി തന്നെ ഉടമ്പടി പിന്നീട് ദൈവം തന്നതാണ്. ആദ്യം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അതിൻ്റെ ഉദ്ദേശം ഈ പ്രത്യക്ഷീകരണം ദൈവം ഏറ്റെടുക്കുക, സഭ ഏറ്റെടുക്കുകയും തന്നെയാണ്. എൻ്റെ മക്കളെ, അതുകൊണ്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ശക്തി ഇരിക്കുന്നത്. ഇപ്പം എന്താ നമ്മൾ വചനം 10 ദിവസത്തിൻ്റെ 4-11 വായിച്ചത് എന്താണ്? ശുശ്രൂഷിക്കുന്നവൻ പറഞ്ഞേ, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ. ഇത് ഒരു ശക്തിയും ഇല്ലാതെയാണ് ശുശ്രൂഷിക്കണം. വാദപ്പനി പിടിച്ചവനെ പോലെ. ഇനി ആർക്കാണ് പത്രം കൊടുക്കാനുള്ളത്? ദൈവത്തിന് നാളെ കൊടുക്കാമായിരിക്കും, അല്ലേ മറ്റന്നാ കൊടുക്കാം. നാളെ ഞാൻ ആലപ്പുഴ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കോട്ടയത്ത് പോകുന്നുണ്ട്, അപ്പോഴാ മറ്റേ കൊടുക്കുക. ആരെങ്കിലും കാണാം. അപ്പോഴും നാട്ടിൽ കൊടുക്കത്തില്ല. നാട്ടിൽ കൊടുത്ത ആൾക്കാർ കാണത്തില്ലേ? നാട്ടിലെ അയൽവാസിക്കൊന്നും കൊടുത്തില്ല. അപ്പം ചോദിക്കും, നിനക്ക് ഇതേ പണിയുള്ളതെന്ന് ചോദിക്കും. നീ ഇതും കൊണ്ട് നടന്നിട്ട് എന്നാ പുഴുങ്ങിയെന്ന് ചോദിക്കും. അപ്പോൾ അവർ നാക്കിട്ടടിക്കണ കാരണം ഞാൻ നാട്ടുകാരെ പേടിയാണ് എനിക്ക്. അപ്പം ശക്തിയില്ല. 10 കൊണ്ടായി കഴിയുമ്പോഴേ അവരിങ്ങോട്ട് കുറേ ചോദ്യം ചോദിക്കൂലേ? നീ ഇത്രയും നാൾ കൊണ്ടുപോയിട്ട് നിൻ്റെ മോളെ കെട്ടിച്ചാ, നിനക്ക് വീട് വെച്ചാ, നിൻ്റെ രോഗം മാറിയാ, പിന്നെ ഇതിനകത്ത് ചോദ്യം ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാർക്ക് നമ്മുടെ അവസ്ഥ അറിയാവുന്ന കാരണം നമ്മൾ നാട്ടിൽ കൊടുക്കത്തില്ല.
അടുത്ത നാട്ടിൽ കൊണ്ടേ കൊടുക്കും, ടൗണിൽ കൊണ്ടേ കൊടുക്കും. ദാറ്റ് മീൻസ് ശക്തിയില്ല. നിങ്ങളുടെ ശക്തി ആരാ കളഞ്ഞത്? നാട്ടുകാർ കളഞ്ഞു. അതുകൊണ്ട് നാട്ടിലോ അയൽവാസികളോ ഇടവക പള്ളിയിലോ കൊടുക്കുന്നതിന് പകരം പുറത്ത് കൊണ്ട് കൊടുക്കേണ്ട എന്നല്ല പറയണത്. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പേടിച്ചു, എങ്ങനെ ഉടമ്പടി എടുത്തു പോയില്ലേ, കൊടുത്തില്ലെങ്കിൽ പിന്നെ പണിയായി പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചുണ്ടാക്കാൻ വേണ്ടി ഒക്കാനിക്കാനിരുന്ന് കഴിഞ്ഞാൽ ശക്തിയില്ലെന്നാണ് അർത്ഥം. ശുശ്രൂഷയ്ക്ക് ശക്തിയില്ല. ശുശ്രൂഷയ്ക്ക് ദൈവികമായിട്ടുള്ള അല്ല കൊടുക്കണത്, മാനുഷികമായിട്ടാണ് കൊടുക്കുന്നത്. ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് 1-10 4-11 പറയണത്. ഏറ്റു പറഞ്ഞ് ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പോഴേ ഈ ആദ്യം ഈ സജി എന്ന് പറയുന്ന കക്ഷി ഉടമ്പടി ഇങ്ങനെ ശക്തിയില്ലാതെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇതൊന്നും കാര്യം, ഒന്നാമത് വൈഫിന് 45 വയസ്സ് കഴിഞ്ഞ്, രണ്ടാമത്തെ വിദ്യാഭ്യാസം ഇല്ല, മൂന്നാമത്തെ ഒരു നേഴ്സല്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ എവിടെ നിന്നൊക്കെ ലോണ് സംഘടിപ്പിച്ച് കിട്ടി, അതും കുറച്ച് പാടുപെട്ടാണെങ്കിൽ ലോണ് കിട്ടി. ലോണ് കിട്ടിയെങ്കിലും സെറ്റാകണില്ല, ആളെ കയറ്റി വിടാൻ പറ്റണില്ല. ഇപ്പോൾ കടവുമായി ആളെ കയറി വിടാൻ പറ്റണില്ല, വല്ലാത്ത അവസ്ഥയായി. പക്ഷേ ഈ മനുഷ്യൻ്റെ ഒരു ഉടമ്പടി ഒരു ട്വിസ്റ്റ് വരുത്തി. പഴയതിനേക്കാൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഉടമ്പടിയിൽ ഓരോ മാസവും അതിൻ്റെ ട്വിസ്റ്റിംഗ് ഉണ്ടാകണം. കാര്യം ദൈവം മുമ്പത്തേക്കാൾ കുറച്ചുകൂടി നിങ്ങളുടെ വിശ്വാസവും അതുപോലെ തന്നെ ദൈവസ്നേഹവും ഒക്കെ വർദ്ധിച്ചിട്ട് വേണം. അങ്ങനെ ഒരു അപ്ഡേഷൻസ് എപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാകണം. അല്ല മുമ്പത്തേക്കാൾ ഗതികെട്ട രീതി, ഉടമ്പടി എടുത്ത കാലത്തേക്കാൾ ഗതികെട്ടാണ് ഇപ്പം ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ചെയ്തിട്ട് കാര്യമില്ല. ഇനി നല്ല വെടിപ്പായിട്ട് കത്തോലിക്കരാണെങ്കിൽ വെടിപ്പായിട്ട് കുമ്പസാരിച്ചിട്ട്, മറ്റുള്ള മതസ്ഥരാണ് മറ്റുള്ള സഹോദരങ്ങളാണെങ്കിൽ ദൈവത്തോട് അനുതാപപ്പെട്ടിട്ട് ഉടമ്പടി കുറച്ചുകൂടി സത്യസന്ധമായിട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ദൈവത്തോട് കാര്യം അറിയാൻ പാടില്ലല്ലോ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാതല്ലേ ഇങ്ങനെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം അതൊക്കെ ക്ഷമിക്കും. പക്ഷേ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് വർദ്ധിച്ച് ദൈവസ്നേഹം, വർദ്ധിച്ച് വിശ്വാസം, അങ്ങനെയാണത് കൈകാര്യം ചെയ്ത് പോകേണ്ടത്. അതിൻ്റെ അകത്ത് എല്ലാത്തിനും ഒരു സത്യസന്ധത ഉണ്ടാകണം. ഇപ്പോൾ സജി എന്താ ചെയ്തിരിക്കണത്? അതായത് പത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴേ ഈ വിദ്യാഭ്യാസവും ഇല്ല, നേഴ്സുമല്ല, വയസ്സും കഴിഞ്ഞ ആളെ ഒരു ഏജൻസിയെ കിട്ടി ഇറ്റലിക്ക് വരെ മാൾട്ടയിൽ പോകാനിടയായി. അത് വലിയ ഭാഗ്യമായി. അയാൾ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മാൾട്ട വരെ എത്തിയത് ഉടമ്പടിയുടെ ചിറകിലാണ് എത്തിയിരിക്കുന്നത്. അല്ല വേറെ യാതൊരുവിധ മെറിറ്റും അവർക്കില്ല. നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യണത്. പക്ഷേ മാൾട്ടയിൽ ചെന്നിട്ടാണെങ്കിലും പുറത്തിറങ്ങാൻ പറ്റണില്ല. ജോലിയില്ല, 2 ദിവസമേ ജോലിയുള്ളൂ. ഒരു ദിവസം, ഒരാഴ്ച 2 ദിവസമേ ജോലിയുള്ളൂ. 2 ദിവസത്തെ ജോലിയുണ്ട്. അവിടുത്തെ ഭക്ഷണം കഴിക്കുക, വാടക കൊടുക്കുക, ഒരു പിടിയില്ല. അപ്പം ഇന്ന് വിഷമിക്കുകയാണ്. അങ്ങനെ വിഷമിച്ച്, പക്ഷേ അപ്പോഴെന്ത് ചെയ്ത് സജീവ വിളിച്ച് പറഞ്ഞു, ഞാനിവിടെ വീട്ടിൽ കുത്തിരിക്കുകയാണ്, 2 ദിവസമേ, ഒരാഴ്ച 2 ദിവസമേ പണിയുള്ളൂ, അതും 3 മണിക്കൂർ വെച്ചാൽ പണിയുള്ളൂ. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? നമ്മുടെ കടങ്ങൾ പെരുകുകയല്ലേ, വന്നതും വരാത്തതും കണക്കായി, വന്നത് കൊണ്ട് പലിശ കൂടുകയുള്ളൂ ചെയ്യണത്. അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറഞ്ഞ് വിഷമിക്കുകയാണ്. പക്ഷേ ആ വിഷമം സജിക്കില്ല. സജി വേറെ പരിപാടി ചെയ്ത് അതായത് ഈ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പരിസ്ഥിതി. സജി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇടുക്കിയിൽ പലയിടത്തും ബംഗാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇടുക്കി പലയിടത്തും തമിഴന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് തോട്ടങ്ങളിലൊക്കെ. പുള്ളിക്കാരൻ എന്നാ ചെയ്താൽ മലയാളം പത്രം വാങ്ങിക്കുന്നതിന് പകരം പുള്ളിക്കാരൻ ബംഗാളി പത്രം, ഹിന്ദി പത്രവും അതുപോലെ തമിഴ് പത്രവും മേടിച്ചു. എന്നിട്ട് റബ്ബർ പുള്ളിയുടെ പണി കഴിഞ്ഞിട്ട് പുള്ളി ഇത് കൊണ്ടുപോയി ഒരു ജോലി പോലെ ചെയ്യുകയാണ് കർത്താവിന്. ഇത് ഒരു ജോലി പോലെ ചെയ്യണം. നമുക്ക് ജോലി ചെയ്യണത് കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുമല്ല. അപ്പോൾ കുടുംബം പോറ്റാൻ വേണ്ടി ജോലി ചെയ്യണ പോലെ അതേ ഉദ്ദേശത്തിൽ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെപ്പോലെ ശുശ്രൂഷിക്കുന്ന കർത്താവ് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോലി പോലെ ഇത്തിരി കർത്താവുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അവരോട് ഹിന്ദി അറിയാൻ പറയാം, മലയാളം അറിയാം, തമിഴ് അറിയാൻ പാടില്ലെങ്കിലും ആ മനുഷ്യൻ കർത്താവിൻ്റെ വേല മറ്റുള്ളവർക്ക് ചെയ്യണം. ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി കട്ടി കൂടിയ പണിയല്ലേ. ഇവൻ സത്യസന്ധനാണെന്ന് ദൈവത്തെ മനസ്സിലായില്ലേ. ദൈവം ഉടനെ ഒരു പണി ചെയ്യും. നിങ്ങൾക്കറിയാവില്ല,
നിങ്ങളെക്കുറിച്ചുള്ള എന്നോട് ചോദിച്ചപ്പോൾ എന്നോട് ആരെയും ചോദിക്കുകയാണ്, അച്ഛാ ബൈബിളിലെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകം കിട്ടിയ വചനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോണ വചനം 32 സങ്കീർത്തനം 32:12 പറയത്തുള്ളൂ. 32:8 എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. അപ്പോഴേ ഈ വചനമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും അഭിഷേകം കിട്ടിയിരിക്കുന്ന വചനം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടക്കേണ്ട വഴി നമ്മളെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല. കർത്താവ് ചോദിച്ചില്ലേ, എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എന്ത് ധരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. മത്തായി 6:25. മത്തായി 6:25. ഞാൻ നിങ്ങളോട് പറയുന്ന എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യാം, എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. അപ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നടക്കേണ്ട വഴി പറഞ്ഞേ, സങ്കീർത്തനം 32:8 എന്താ പറയണത്? നീ നടക്കേണ്ട വഴി. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുർബാനൊക്കെ അത് ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ നടക്കേണ്ട വഴി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വഴി മാത്രമല്ല, നീ കഴിക്കേണ്ട ഭക്ഷണം, നീ ധരിക്കേണ്ട ഉടുപ്പ്, നീ ചെയ്യേണ്ട ജോലി, നീ വസിക്കേണ്ട വീട്, നീ താമസിക്കേണ്ട ഇടം, എവരിത്തിങ് നിന്റെ കർത്താവിൻ്റെ അടുത്തുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ ദൈവിക പദ്ധതികൾ ആരാധനയോടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. യേശുവേ ആരാധന ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ വഴിയും വാതിലും കാണുന്നിരുന്നപ്പോൾ തലപോഞ്ഞ് എന്നിട്ട് വിഷമിച്ചിട്ട് ഒരു കഥയുമില്ല. മറിച്ച് ഇതിൻ്റെ ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ നിന്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിഷയത്തെക്കുറിച്ച് കർത്താവിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഈശോ, ഇസ് ഇറ്റ് റൈറ്റ്, ദിസ് ഇന്റൻഷൻ ഈസ് റൈറ്റ് ഓർ നോട്ട്, ഇസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗാഡ്? ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇത് എനിക്ക് ലഭിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആധ്യാത്മിക ജീവിതത്തിൽ ഇത് എനിക്കെതിരാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ശാന്തശീലർ അനുഗ്രഹീതരാകുന്നു, അവർ ഭൂമി കൈവശമാക്കാൻ. നീ വ്യഗ്രത കാണിക്കേണ്ട, ശാന്തമായിട്ട് കാത്തിരിക്കാൻ പറഞ്ഞു. ദാറ്റ് മീൻസ് ഓരോ കാര്യത്തെക്കുറിച്ചും കർത്താവിന് വ്യക്തതയുണ്ട്. എൻ്റെ ദൈവത്തിൽ നീ നടക്കേണ്ട വഴി, നീ കഴിക്കേണ്ട ഭക്ഷണം, നീ ധരിക്കേണ്ട വസ്ത്രം, നീ താമസിക്കേണ്ട ഇടം, നീ കല്യാണം കഴിക്കേണ്ട വ്യക്തി, എവരിത്തിങ് നിന്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ആരാധന യേശുനാഥാ ആരാധന. കൈകൾ വീശി ആരാധന അതെന്ത് സംഭവം എന്ന് പറയാം മക്കളെ? നിങ്ങളുടെ കർത്താവ് എന്താ നമ്മോട് പറഞ്ഞത്? നിന്റെ ശത്രു നിന്റെ വീട്ടിലായിരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുനാഥാ. മത്തായി 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും. ഒന്ന് പറഞ്ഞേ, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. ആര് പറഞ്ഞതാ? കർത്താവ് പറഞ്ഞതാണ്. ഇപ്പൊ നേരത്തെ ഈശോ 1:10-4:11 എന്താ പറയണത്?
അതായത് പ്രസംഗിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവനെ പോലെ. ഇപ്പോൾ കർത്താവ് തന്ന അരുളപ്പാടാണ് ഈ വചനം. എനിക്കറിയാൻ പലറിഞ്ഞു. കർത്താവിനോട് പറഞ്ഞു, എന്നാ പറഞ്ഞതെന്നറിയാവോ? നമ്മളിരുന്ന് വചനം വായിക്കലേ, വചനം വായിക്കുമ്പോൾ അടുക്കളയിലും ഉമ്മറത്തും ഒക്കെ ഇരിക്കുന്നവർ നമ്മളെ കാണുമ്പോൾ കൊഞ്ഞനം കൊത്തും. പിന്നെ ഇരിപ്പുണ്ട്, ഇനി ഒരു പണിയും ചെയ്യത്തില്ല ഈ വീട്ടിൽ. വചനം കൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ പറയോ, അതേ വചനം പെട്ടിയും വെച്ചുകൊണ്ട് ഇരിപ്പുണ്ട്, ഇനി ഈ വീട്ടിൽ ഒരു പണിയും നടക്കത്തില്ല. നമ്മളെ വീട്ടിലുള്ള പിശാചുകൾ ഇതിനെ ആക്ഷേപിക്കും. അപ്പനാകാം, അമ്മയാകാം, നാത്തൂനാകാം. ഇത് പിശാചാണ്, ശത്രുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുവിനെ തിരിച്ചറിയിക്കണം. നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ശത്രു. ഇതിപ്പോൾ ഈശോ പറഞ്ഞതാണ്. ഒരുവൻ്റെ ശത്രു അവൻ്റെ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ ഓരോ വീട്ടുകാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെക്കുറിച്ച് നീ നടക്കേണ്ട വഴി, കഴിക്കേണ്ട ഭക്ഷണം, ധരിക്കേണ്ട വസ്ത്രം എല്ലാം എന്താണ്? എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൂടെ ഇരിക്കണം കുറേ സമയം. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെ ഇരുത്തത്തില്ല, പിശാച് ഇരുത്തത്തില്ല. പിശാച് അപ്പനിലൂടെ, നാത്തൂനിലൂടെ, അമ്മയിലൂടെ, ആൻറ്റിയിലൂടെ, അരിനിലൂടെ, ആങ്ങളയിലൂടെയൊക്കെ നമ്മൾ സ്ക്രൂ ചെയ്യും. അവളിരുന്നിട്ടുണ്ട്, ഇനി ഒരു പണി നടക്കത്തില്ല വീട്ടിൽ. ഇത്രയും നാൾ ഇതിന് കുത്തിരുന്ന് എന്ത് നേടി? വല്ല ഭ്രാന്തി പിടിക്കാൻ വേണ്ട, എഴുന്നേറ്റ് പോയെന്ന് പറയും. ആ ബൈബിൾ വായിച്ച ഭ്രാന്തി പിടിക്കുമെന്ന് ആര് പറയും? അപ്പം പറയണം അത് പിശാചാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ബൈബിൾ വായിച്ച ഭ്രാന്തി പിടിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് നോക്കണം. അപ്പനായാലും അമ്മയായാലും ആൻറ്റി ആയാലും ആങ്ങളയായാലും നാത്തൂനായാലും നോക്കണം. ഈ സാധനത്തിന് വാലുണ്ട, ഈ സാധനത്തിന് കൊമ്പുണ്ടാന്ന് നോക്കണം. സാധനം വേറെയാണോ വന്നിരിക്കുന്നത്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും. എൻ്റെ ദൈവപൈതലെ നീ നടക്കേണ്ട വഴി ദൈവപൈതലാകണത് അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ആയത് അങ്ങനെയാണ്. ഞാൻ ദൈവപൈതലാണെന്ന് വീമ്പടിക്കുകയല്ല. പക്ഷേ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ഞാൻ 38 വർഷമായി കർത്താവിനോട് യാത്ര ചെയ്യണത്. ദൈവത്തോടുള്ള ബന്ധമെന്ന് പറയുന്നത് സംഘാതമായ ബന്ധത്തെക്കാൾ വ്യക്തിപരമായ ബന്ധമാണ്. ആ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ശാശ്വതമായിട്ട് ആ വ്യക്തിപരമായ ബന്ധം കൃത്യമാകാൻ വേണ്ടി, ആ വ്യക്തിബന്ധം ആഴമുള്ളാകാൻ വേണ്ടി ദൈവികമായ ഫോർമുല ഉണ്ട്. ദൈവസ്നേഹത്തോടെ, വിശ്വാസത്തോടെ, സത്യസന്ധതയോടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം ആരാണെന്നും ദൈവം എന്ത് നമ്മളോട് കൊണ്ടുണ്ട് എന്ത് തീരുമാനിക്കണമെന്നും നമ്മൾ എങ്ങോട്ട് പോകണമെന്നും എല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരും. ആ വഴികളിലൂടെയാണ് സഭയെ നമ്മൾ 2000 കൊല്ലങ്ങളായിട്ട് സഭയെ ദൈവം നയിച്ചുകൊണ്ടിരുന്നത്. വ്യക്തികളിലൂടെയാണ്. ഓരോരോ കാലഘട്ടങ്ങളിലും നിങ്ങളുമായിട്ട് ദൈവം സംസാരിക്കുന്നതും നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ അതിജീവനം എല്ലാം ദൈവം നിങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ സഹിത്വമുണ്ടാകണം. അത് പ്രവർത്തനം വഴിയാകാം, പ്രാർത്ഥന വഴിയാകാം, ദൈവവചനം വഴിയാകാം, വായന വഴിയാകാം, ശുശ്രൂഷ വഴിയാകാം. പക്ഷേ ഇപ്സഫാത്ത് ബൈ നോ മീൻസ് ഇറ്റ് ഷുഡ് ബി എ സിൻസിയർ എഫക്റ്റ്. സത്യസന്ധമായിരിക്കണം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ സജി എന്ന് പറയുന്ന വ്യക്തി തമിഴ് പത്രം പഠിച്ച തമിഴന്മാർക്കും ഹിന്ദി പത്രം പഠിച്ച ബംഗാളികൾക്കും കർത്താവിൻ്റെ പേര് ചെയ്യുമ്പോൾ കർത്താവിനെ അറിയാൻ സാധ്യതയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ കർത്താവിന് മനസ്സിലായി ആ ഉടമ്പടി സത്യമാണെന്ന് മനസ്സിലായി. എന്ത് ചെയ്ത്? ഭാര്യ മാൾട്ടായിരിക്കുക, അന്തോ ഇല്ല കുന്തോ ഇല്ലായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ ഇരിക്കുക. അപ്പോൾ അവർ ബൈ ചാൻസിൽ അമ്പിളി എന്നും പറഞ്ഞൊരു സ്ത്രീയെ അവർ പരിചയപ്പെട്ടു, മലയാളി. അപ്പോൾ അവരോട് പറഞ്ഞ് ഞാനിങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് ആഴ്ചയിൽ 2 ദിവസത്തെ പണിയാണ് ഉള്ളത്, അത് 3 മണിക്കൂർ പണിയേ ഉള്ളൂ, എനിക്ക് ജീവിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളി പറഞ്ഞ് ഒരു കുഴപ്പമില്ല, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ ഇറ്റലിയിൽ എനിക്ക് ജോലി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കണം. ഇവർ നാട്ടിൽ വെച്ച് ഏത് ജോലിക്ക്, ഏത് രാജ്യത്ത്, ഏത് സ്ഥലത്ത് പോയി ജോലി ചെയ്യണമോ ആ സ്ഥലത്തേക്ക് കർത്താവ് അമ്പിളിയിലൂടെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മളിങ്ങനെ സത്യസന്ധമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ കണ്ട ഈ അമ്പിളിയെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാവോ? ഇവരിങ്ങനെ എയറിൽ നിന്ന് വരികയല്ലേ, കർത്താവിൻ്റെ കയ്യിൽ ഇവരൊക്കെ ഉണ്ടേ. നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞില്ലേ? നമ്മൾ സത്യസന്ധമായി ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് അതിന് പറ്റിയ കറസ്പോണ്ടിങ് ആപ്റ്റ് പേഴ്സണെ കൊണ്ടുവന്ന് പോകും. പിന്നെ അവർ നയിച്ചുകൊണ്ടിരിക്കും ഈ വിഷയത്തെ. നിങ്ങളുടെ ഉടമ്പടിയിൽ എപ്പോഴും അത് ഫയറാകുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങളെ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴും തയ്യാറായിരിക്കുന്നു എന്നാണ്. സത്യസന്ധമായിട്ട് ഉടമ്പടിയെ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള രീതിയിൽ, അതായത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളെ തൂക്കി നോക്കും, ദൈവത്തെ തൂക്കും. ദൈവത്തെ തൂക്കിയിട്ട് ഇത്തരം കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടായി, ഇല്ലെങ്കിൽ കയ്യിലെ കാശ് പിന്നെയും പോകുകയേ ഉള്ളു എന്നൊക്കെ വിചാരിച്ച് ദൈവത്തോട് ഇങ്ങനെ പിച്ചിമ്പയൊക്കെ പറഞ്ഞുകൊണ്ടേ ചെയ്യും. അതാണ് ഉടമ്പടി കത്താത്തത്. ഉടമ്പടിയുടെ വെച്ചാൽ ഇനി ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയാണ് ഉടമ്പടി. ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത്, സജി എന്താ ചെയ്തിരിക്കണത്, സത്യസന്ധമായിട്ട് ഉടമ്പടിയുടെ ചെയ്വനകളിലെ ഗ്രേഡ് വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് തൻ്റെ സത്യസന്ധതയും സിൻസിയറിറ്റിയും വിശ്വസ്തതയും കാണിച്ചു. ഈ വിശ്വസ്തതയും സത്യസന്ധതയും കാണിച്ചാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു $1 നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു, $1 ഏത് രാജ്യക്കാരനും എടുക്കും, ഒരു കുഴപ്പമില്ല. നമ്മുടെ ജാതിയും മതവും നോക്കിയിട്ടാണ് ആൾക്കാർ $1 എടുക്കണത്? അല്ല, അത് $1 ആയതുകൊണ്ടാണ്. ഉടമ്പടിക്ക് എങ്ങനെ സംഭവിച്ചിരിക്കണത്? ഉടമ്പടിയിൽ ഇന്ന ആളെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. മര്യാദക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ കൊടുത്താൽ ഉടമ്പടി സ്വീകരിക്കപ്പെടും. അതിന് കത്തോലിക്കനാണെന്നൊരു നിർബന്ധമില്ല. ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ കത്തോലിക്കലല്ലാത്ത ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ, ഇടിവെട്ട് സാക്ഷ്യങ്ങൾ വരേണ്ട കാരണം. ഇതിനകത്ത് വരുന്ന വിഷയം വെച്ചാൽ ആ ഉടമ്പടി എന്ന് പറയുന്ന ആ ചെയ്വനയിൽ തന്നെയാണ് അതിൻ്റെ വാല്യൂ ഇരിക്കുന്നത്. അത് വൃത്തിയായിട്ട് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞാലും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തുനിന്ന് അത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയെ സത്യസന്ധമായി നിറവേറ്റാൻ എനിക്ക് ആവശ്യമായ വിശ്വസ്തത നൽകണമേ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം പർച്ചേസിങ് മോഡിലാണ് ഉള്ളത്. ദൈവം നമ്മളെ വിലക്ക് വാങ്ങുന്നു, അതുപോലെ തന്നെ നമ്മുടെ വിലകൾ വർദ്ധിക്കുന്ന അനുസരിച്ച് മാത്രമേ ദൈവം നമ്മളെ വിലക്ക് വാങ്ങത്തുള്ളൂ. നമുക്ക് ഒരു വിലയില്ലാത്ത സാധനത്തിൽ നമ്മൾ വില മുടക്കി മേടിക്കുക, വിലയില്ലാത്ത സാധനം എല്ലായിടത്തും കിട്ടുന്ന സാധനത്തിൽ നമ്മൾ കാശ് മുടക്കി മേടിക്കുക? ഇല്ല. ഇപ്പോൾ ഓക്സിജൻ നമ്മൾ ആർക്കാണ് കാശ് കൊടുത്ത് മേടിക്കണം? ഓക്സിജൻ ഇല്ല, മേടിക്കത്തില്ല, എല്ലായിടത്തും ഉണ്ടത്. അതിന് വിലയില്ല. ഇനി ഒരു കാലം ഉണ്ടായാൽ ചിലപ്പോൾ ഓക്സിജൻ വില കൊടുത്ത് മേടിക്കണം. ഇപ്പോൾ ഓക്സിജൻ നമ്മൾ വില കൊടുക്കണില്ല, കാര്യം ഓക്സിജൻ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങിക്കേണ്ട സംഭവങ്ങളാണ്, അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ ദൈവം ഇപ്പം ഒന്ന് കുറഞ്ഞ് 6:20 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 6:20 നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. കർത്താവ് നമ്മളെ കാണുന്ന വിഷയം എന്താണ്? 1 കൊരിന്തോസ് 6:20 എന്താ പറയണത്? നിങ്ങൾ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൻ്റെ അർത്ഥം എന്താ? വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് വില ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് വിലയില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ വിലക്ക് വാങ്ങിക്കുക? അതാണ് 1 കൊരിന്തോസ് 6:20 പറയണത്. എന്താ പറയണത്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്താ കർത്താവിൻ്റെ വഴി ഉദ്ദേശിക്കണത്? കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് എൻ്റെ അർത്ഥം. നമുക്ക് വേണ്ടി ക്രിസ്തു മരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വിലയുള്ളവരാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.